അതാണ് പാർലമെന്റിലെ ഈ വാർഷിക ആഘോഷ 150-ാം വാർഷിക ആഘോഷത്തിന് പിന്നിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം. മറ്റൊന്ന്, നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്, വന്ദേ മാതരത്തിന്റെ ചുവട് പിടിച്ച് ഒരു പുതിയ ചരിത്ര നിർമ്മാണത്തിനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ചരിത്രത്തെ ഒന്ന് പുതുക്കി എഴുതുക, മാറ്റി എഴുതുക എന്നുള്ളത്. പാഠപുസ്തകങ്ങളിലെ പരിഷ്കാരങ്ങൾ വരുത്തിയും ദേശീയ സ്മാരകങ്ങൾ വരുതിയിലാക്കിയുമൊക്കെ അതിനുള്ള ശ്രമങ്ങൾ അവർ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ചില നഗരങ്ങളുടെ പേര് മാറ്റുന്നതിൽ പോലും ഈ ഒരു രാഷ്ട്രീയം അടങ്ങിയിട്ടുണ്ട്. പുതിയ ചരിത്ര നിർമ്മിതി, സ്വന്തമായി ചരിത്രമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ മഹിതമായ ചരിത്രത്തിൽ, പാരമ്പര്യത്തിൽ ഒരു പങ്കും അവകാശപ്പെടാനില്ലാത്തവർക്ക് ഇത്തരത്തിലെ വ്യാജ ചരിത്രങ്ങൾ നിർമ്മിക്കുകയല്ലാതെ മറ്റെന്താണ് വഴി? അതിനുള്ളൊരു ശ്രമം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ വന്ദേ ഭാരതത്തിന്റെ ആദ്യ 2 സ്റ്റാൻസ മാത്രമാണ് ദേശീയ ഗീതമായിട്ട് ഉൾപ്പെടുത്തിയത്. അത് ആ ഗാനത്തിന്റെ വിഭജനം, അത് ഇന്ത്യയുടെ വിഭജനത്തിന് തുടക്കം കുറിച്ചു എന്നുള്ള വ്യാഖ്യാനങ്ങൾ, നറേറ്റീവ്സ് ആണ് മോദിയും അമിത്ഷായും മറ്റ് BJP നേതാക്കളും ഒക്കെ പുറത്തേട്ട് വിടുന്നത്. ഒരു ഗാനത്തിന്റെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയത് അത് ചില കാരണങ്ങളുണ്ടായിരുന്നു, അത് പിന്നീട് പറയാം. അത് ഇന്ത്യയുടെ വിഭജനത്തിന് കാരണമായെന്ന്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 2 രാജ്യങ്ങൾ രൂപപ്പെട്ടു വന്നതിന്റെ പിന്നിൽ അതാണ് പ്രവർത്തിച്ചതെന്ന് ഈ നറേറ്റീവ്സ് ആണ് കൊണ്ടുവരുവാന് BJP ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കുന്നത്.